എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് 4 മണിക്ക് അടിപൊളിയായിട്ട് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എന്നാൽ വായോ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ 3-4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 5 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിതാ ഇതുപോലെ ഒന്ന് നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ബ്രെഡ് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ നടുക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിതാ ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊരു 3/4 ടീസ്പൂണാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ 3/4 ടീസ്പൂൺ ഉണക്കമുളക് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അരക്കപ്പില്ല, ഒരു 1/4 കപ്പ് വരുന്ന പാല്, പശുമ്പാൽ, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചിട്ടില്ല കേട്ടോ, തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓർഗാനോ, അതൊരു 1/2 ടീസ്പൂൺ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ പിസയിലേക്ക് ഒരു സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 2-3 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓർഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാത്രം ഉണക്കമുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് ചേർത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചേർത്തത്. ഇനി ഇതിലേക്ക് കുരു കളഞ്ഞ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ബട്ടർ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബട്ടർ അധികം കരിഞ്ഞ് പോവാതെ നമുക്ക് ബ്രെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ ഒന്നാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്തെടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ രീതിയിലൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ബ്രെഡ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് പതിപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിമൊക്കെ നല്ലപോലെ ചുരുക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതാ ഇതുപോലെ എല്ലാ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 സെക്കൻഡ് അത്ര മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡ് ഒന്ന് പതുക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ മറിച്ചിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ധൈര്യം പോരാ, അതുകൊണ്ട് എന്താ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് പാനിലേക്ക് കമത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടിവശവും മൊരിഞ്ഞണം, മുകൾ ഭാഗവും മൊരിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒന്ന് മൊരിഞ്ഞ് പോയിട്ടുണ്ട്, പ്രശ്നമില്ല, കരിഞ്ഞതല്ല കേട്ടോ, കുറച്ചൊന്ന് മൊരിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിസ്സയുടെ ആ സോസ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനിയിപ്പോൾ എന്താ, നമ്മൾ കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ കുരു കളയുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയും പിന്നെ ക്യാപ്സിക്കം, സവാള, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഗ്രേറ്റഡ് ചീസ് നിറയെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പിസ്സയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണല്ലോ ചീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടൊമാറ്റോയും സവാളയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഇത് മുട്ട ചേർക്കണമെങ്കിൽ വേണ്ട, ചിക്കൻ ആണെങ്കിലും മതി കേട്ടോ, നല്ല ടേസ്റ്റാണല്ലോ നമുക്കിത് അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കാം. 2-3 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പിസ്സയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ അങ്ങനെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.